ഹായ്, ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. അത് റേഷൻ ആട്ട വെച്ചാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പലഹാരം തന്നെ കേട്ടോ. അപ്പോൾ അതിന് ഇച്ചിരി നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അത് വെച്ച് ഇന്ന് 4 മണിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് വേവിക്കാൻ വെച്ചു. അതിന് ശേഷം ശർക്കര ഒഴിക്കാൻ വെച്ചു. പിന്നെ തേങ്ങ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കരിക്കാണ്. അത് മൂത്ത് പോയതുകൊണ്ട് ആ കരിക്ക് തന്നെ എടുത്തേ. പിന്നെ അത് നന്നായിട്ട് വേവിച്ചുടച്ച് പിന്നെ ഈ തേങ്ങയും ഏലക്കയും അതും അരച്ച് പിന്നെ ഇച്ചിരി ജീരകപ്പൊടിയും ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ട് നമ്മുടെ റേഷൻ ആട്ട നന്നായിട്ട് കുഴച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ കുമ്പിളിൽ എടുക്കാൻ പോയത്. കുമ്പിളിൽ എടുത്തുകൊണ്ട് വന്ന് കഴുകി അത് കുമ്പിൾ കുത്തി അതും അതിനകത്ത് വെച്ച് ഞങ്ങളൊരു 10-15 മിനിറ്റ് അതും വേവിക്കാൻ വെച്ചു. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ചായ ഇട്ട് അതും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇച്ചിരി അമ്മയ്ക്ക് തേയിലയാണ് വേണ്ടത്. അമ്മയ്ക്ക് തേയില മധുരം ഇടാതെ കൊടുത്തു. അതിനുശേഷം ഞാൻ ബ്രൂ ആണ് കുടിക്കുന്നത്. എനിക്കും ബ്രൂ കൊടുത്തു. ഇതെൻ്റെ നാത്തൂൻ പറഞ്ഞു തന്നതാണ് ബ്രൂ ഇട്ട് കുടിക്കാൻ. ഞാനങ്ങനെ കുടിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പം നാത്തൂൻ എനിക്കിങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് പരിചയപ്പെടുത്തി തന്നു. നമ്മൾ ചായക്കകത്തേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ അല്ലാതെ ഇത് പ്ലെയിനായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെ അതും കുടിച്ചു. ഇപ്പോൾ ബ്രൂ ആണ് ഞാൻ കുടിക്കുന്നത്. തേയിലക്കാട്ടിലും ഇഷ്ടം ഇപ്പോൾ എനിക്ക് ബ്രൂവാണ്. അതിനും മധുരം ഇടാതെയാണ് കുടിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവർ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പിന്നെ പിള്ളേർക്കും ഞാൻ ചായ എടുത്ത് അവർക്ക് മധുരം ഇട്ട് പാൽ ചായയാണ് എടുക്കുന്നത്. അവർക്ക് വൈകുന്നേരം രാവിലത്തെ പാൽ ബാക്കി വെക്കും. അപ്പോൾ അവർക്ക് വൈകുന്നേരം ചായ എടുക്കും. അപ്പോൾ അവർക്കും ചായ എടുത്തു. ഞങ്ങൾ 4 മണിക്ക് അത് കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ.